ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഈ വർഷത്തെ പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾക്കറിയാം മൊത്തം സിലബസിൻ്റെ 30% CBSE കട്ട് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും കുറേ കുട്ടികൾക്ക് ഏതൊക്കെ പോർഷൻസാണ് പഠിക്കാനുള്ളത്, ഏതൊക്കെയാണ് ഡിലീറ്റഡ് ആയിട്ടുള്ളതെന്ന് സ്റ്റിൽ ദേ ഹാവ് കൺഫ്യൂഷൻ. കുറേ പേര് എന്നെ നേരിട്ട് വിളിക്കാറുണ്ട് ഏതൊക്കെ പോർഷൻസാണ് ഡിലീറ്റഡ് ആയിട്ടുള്ളതെന്ന് കൺഫേം ആക്കാനായിട്ട്. അപ്പോൾ അതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ ചാപ്റ്റർ വൈസ് ഏതൊക്കെ പോർഷൻസാണ് ഡിലീറ്റഡ് ചെയ്തിട്ടുള്ളതെന്നും ഏതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതെന്നും സ്പെസിഫൈ ആയിട്ട് കാണിക്കാനുള്ളൊരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ ചാപ്റ്ററായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്കറിയാം, ചാപ്റ്റർ 1 ഇറ്റ് ഈസ് റിയൽ നമ്പേഴ്സ്. അതിൽ CBSE റിമൂവ് ചെയ്തിട്ടുള്ള പോർഷൻ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. കമ്പാരിറ്റീവ്ലി ആ ചാപ്റ്ററിൽ ഒരു അല്പം ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ടോപ്പിക്കായിരുന്നു ഡിവിഷൻ ലെമ്മ. ആ ലെമ്മി അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് CBSE അതിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി ഏതാണ് ഡിലീറ്റഡ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ എക്സസൈസ് 1.1 അത് കംപ്ലീറ്റ് ആയിട്ട് CBSE ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1.1 എന്ന് പറയുന്ന എക്സസൈസ് ഇനി നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. ഇനി ഏതൊക്കെയാണ് ബാക്കി സിലബസിലുള്ളതെന്ന് വെച്ചാൽ എക്സസൈസ് 1.2, 1.3, 1.4 ഈ 3 എക്സസൈസും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇതാണ് ചാപ്റ്റർ 1 നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചാപ്റ്റർ 2 പോളിനോമിയൽസിൽ CBSE റിമൂവ് ചെയ്തിട്ടുള്ള പോർഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് സിമ്പിൾ പ്രോബ്ലംസ് ഓൺ ഡിവിഷൻ അൽഗോരിതം ഫോർ പോളിനോമിയൽസ് വിത്ത് റിയൽ കോഎഫിഷ്യൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഡിവിഷൻ അൽഗോരിതം എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള പോർഷൻസ് ആണ് അതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുള്ളത്. ഡിവിഷൻ അൽഗോരിതം നമുക്കറിയാം ഒരു അല്പം ബുദ്ധിമുട്ടുള്ളൊരു ടോപ്പിക്കായിരുന്നു. കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ ചാപ്റ്ററാണ്. അതിൽ ലാസ്റ്റ് വരുന്ന ഒരു ടോപ്പിക്കാണ് ഡിവിഷൻ അൽഗോരിതം. ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ ഡിലീറ്റഡ് ആയിട്ടുള്ള പോർഷൻ എക്സസൈസ് 2.3 കംപ്ലീറ്റ്, അത് ഡിവിഷൻ അൽഗോരിതത്തിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അത് കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും ഈസിയായി. ഇനി സിലബസ് ബാക്കിയുള്ളത് 2.1, 2.2 എന്ന് പറഞ്ഞ 2 എക്സസൈസ് കംപ്ലീറ്റ് നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൽ 2.1 വളരെ ഈസി ആയിട്ടുള്ളൊരു എക്സസൈസ് ആണ്. നിങ്ങൾക്കറിയാം എത്ര സൊല്യൂഷൻ ഉണ്ടെന്ന് ചോദിക്കുകയാണ്. ഒരു 5 മിനിറ്റ്സ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു എക്സസൈസ് ആണ്. പിന്നെ ആകെ ബാക്കിയുള്ളത് 2.2 എന്ന് പറയുന്ന എക്സസൈസ് മാത്രമേ മെയിനായിട്ട് അതിൽ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പോളിനോമിയൽസ് എന്നുള്ള ചാപ്റ്റർ ഈ വർഷം ആക്ച്വലി വളരെ ഈസി ആയിട്ട് മാറി. ഈ 3rd എക്സസൈസ് ഡിലീറ്റ് ചെയ്തപ്പോൾ ബാക്കി വരുന്ന പോർഷൻസ് വളരെ ഈസി ആയിട്ടുള്ള പോർഷൻസ് മാത്രമാണ്. ചാപ്റ്റർ 3 പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നമുക്കറിയാം അല്പം ബുദ്ധിമുട്ടുള്ളൊരു ചാപ്റ്റർ എന്ന് പറയാം. അതിൽ റിമൂവ്ഡ് ആയിട്ടുള്ള ടോപ്പിക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞ ഒരേ ഒരു ടോപ്പിക്ക് മാത്രമേ അതിൽ ഡിലീറ്റഡ് ആയിട്ടുള്ളൂ. അപ്പോൾ കാര്യമായിട്ട് അതിൽ നിന്ന് ഡിലീറ്റഡ് ആയിട്ടില്ല പോർഷൻസ്, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അതിൽ ഡിലീറ്റഡ് ആയിട്ടുള്ള എക്സസൈസ് ഏതാണെന്ന് നോക്കാം. ഡിലീറ്റഡ് ആയിട്ടുള്ള എക്സസൈസ് 3.5 ഫസ്റ്റ് ക്വസ്റ്റ്യനും 3rd ക്വസ്റ്റ്യനും മാത്രമാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്യണമെന്ന് അവർ പറയുന്നുള്ളൂ സ്പെസിഫിക് ആയിട്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 3 ഇൻ എക്സസൈസ് 3.5 നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റഡ് ആണെന്ന് പറയാം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് സിലബസിൽ റിമൈൻ ചെയ്യും. എക്സസൈസ് 3.1 കംപ്ലീറ്റ് നിങ്ങൾ പഠിക്കണം. 3.2, 3.3 ഈ 3 എക്സസൈസും കംപ്ലീറ്റ് നിങ്ങൾ പഠിക്കണം. 3.4ഉം കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. 3.5 എന്നുള്ള എക്സസൈസിലെ ക്വസ്റ്റ്യൻ നമ്പർ 1 and 3 നമ്മൾ പറഞ്ഞു ഡിലീറ്റഡ് ആണെന്ന് പറഞ്ഞു. 2nd ക്വസ്റ്റ്യനും 4th ക്വസ്റ്റ്യനും നിങ്ങൾ സിലബസിലുണ്ട്, നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കണം. 4th ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 4th ക്വസ്റ്റ്യൻ വേർഡ് പ്രോബ്ലംസ് ആണ്. ആ വേർഡ് പ്രോബ്ലംസ് ഓൾജിബ്രൈക് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലാതെയും നമുക്ക് ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലാതെ നമുക്ക് എലിമിനേഷനോ സബ്സ്റ്റിറ്റ്യൂഷനോ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റണമെന്നാണ് 4th ക്വസ്റ്റ്യൻ. അതുകൊണ്ട് അത് ഡിലീറ്റഡ് ആണെന്ന് പറയാനായിട്ട് പറ്റില്ല. എല്ലാം വേർഡ് പ്രോബ്ലംസ് ആണ്. എക്സസൈസ് 3.6 കംപ്ലീറ്റ് സിലബസിലുണ്ട്, നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കണം. അപ്പോൾ ആകെ ഈ 2 ക്വസ്റ്റ്യൻ മാത്രമേ സിലബസിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുള്ളൂ. ചാപ്റ്റർ 4 ക്വാഡ്രാറ്റിക് ഇക്വേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ റിമൂവ്ഡ് ആയിട്ടുള്ള ടോപ്പിക് സിറ്റുവേഷണൽ പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ഇക്വേഷൻസ് റെഡ്യൂസിബിൾ ടു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതായത് ഇക്വേഷൻ റെഡ്യൂസ് ചെയ്തിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലാക്കി ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് റിമൂവ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞത്. അതിലൊരു അല്പം കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത് പറഞ്ഞിട്ടുള്ളത്. കാരണം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമിലേക്ക് മാറ്റി ചെയ്യേണ്ട പ്രോബ്ലംസ് റിമൂവ് ചെയ്തു എന്ന് പറയുമ്പോൾ അതിൽ വേർഡ് പ്രോബ്ലംസ് ഒരുവിധം എല്ലാം ഡിലീറ്റഡ് ആണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം എല്ലാ വേർഡ് പ്രോബ്ലംസും റെഡ്യൂസിബിൾ ടു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് അല്ലേ. ഒരു വേർഡ് പ്രോബ്ലംസ് എല്ലാം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കിയിട്ട് ചെയ്യേണ്ട പ്രോബ്ലംസ് ആണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോബ്ലംസും ഡിലീറ്റഡ് ആണെന്ന് പറയാം. എന്നിരുന്നാലും നമുക്ക് ഷുവറായിട്ട് പറയാവുന്നത് എക്സസൈസ് 4.3 ക്വസ്റ്റ്യൻ നമ്പർ 1, 4, 5, 6, 7, 8, 9, 10, 11 ഈ പ്രോബ്ലംസ് നമുക്ക്
റെഡ്യൂസബിൾ ടു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലാണ് ഡയറക്റ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഡിലീറ്റഡ് ആണ് എന്ന് പറയാം. നിങ്ങൾക്കറിയാം കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ എന്നുള്ള മെത്തേഡ് ഓൾറെഡി കഴിഞ്ഞ വർഷം ഡിലീറ്റഡ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓൾറെഡി ഡിലീറ്റഡ് ആണ് ഓൾറെഡി. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം റെഡ്യൂസബിൾ ടു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നുള്ള ഫോമിലായതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിലീറ്റഡ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ഇതിൽ ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നത് വേർഡ് പ്രോബ്ലംസ്, ഒരുവിധം എല്ലാ വേർഡ് പ്രോബ്ലംസും നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ അനുസരിച്ച് റെഡ്യൂസിബിൾ ടു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്, അതുകൊണ്ട് ഡിലീറ്റഡ് ആണെന്ന് പറയാം. അതുകൊണ്ടാണ് ഞാൻ വേർഡ് പ്രോബ്ലംസ് എന്ന് ഇവിടെ എഴുതിയിട്ടുള്ളത്. സിലബസ് ബാക്കി റിമെയിൻ ചെയ്തെന്ന് പറയുമ്പോൾ 4.1, 4.2 എന്ന് പറഞ്ഞാൽ ഫുൾ എക്സസൈസ്, ദെൻ 4.4 ഫുൾ എക്സസൈസ്, ദെൻ 4.3 ഈ പ്രോബ്ലംസ് ഒഴിച്ച് ക്വസ്റ്റ്യൻ നമ്പർ 2 and 3 അത് ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അതെന്തായിരുന്നാലും പഠിച്ചേ പറ്റുള്ളൂ. ആ പ്രോബ്ലംസ് അവിടെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. കുറേ പേര് പറയുന്നത് വേർഡ് പ്രോബ്ലംസ് എല്ലാം ഡിലീറ്റ് ചെയ്യാം എന്ന് പറയുന്നു. ചിലവർ അങ്ങനെ ഫുള്ളായി ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ പ്രധാനപ്പെട്ട ഈ പ്രോബ്ലംസ് മാത്രമേ ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇവർ ഈ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ അനുസരിച്ച് റെഡ്യൂസിബിൾ ടു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് വേർഡ് പ്രോബ്ലംസിന് നിങ്ങളധികം ഇമ്പോർട്ടൻസ് ഈ ചാപ്റ്ററിൽ കൊടുക്കേണ്ട കാര്യമില്ല. ചാപ്റ്റർ 5 അരിത്മെറ്റിക് പ്രോഗ്രഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ റിമൂവ്ഡ് ആയിട്ടുള്ള ടോപ്പിക് അപ്ലിക്കേഷൻ ഇൻ സോൾവിങ് ഡെയിലി ലൈഫ് പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ സം ടു എൻ ടേംസ് എന്നാണ്. അതായത് ഡെയിലി ലൈഫ് പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് സം ടു എൻ ടേംസ് കണ്ടുപിടിക്കാനായിട്ടുള്ള പ്രോബ്ലംസ് ആണ് അതിൽ റിമൂവ് ചെയ്തിട്ടുള്ളത്. അത് ഡെയിലി ലൈഫ് പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് റിമൂവ്ഡ് ആയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എക്സസൈസ് 5.3 ക്വസ്റ്റ്യൻ നമ്പർ 15 to 20 അതാണ് ഡെയിലി ലൈഫ് പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്. ഈ ക്വസ്റ്റ്യൻസ് മാത്രമാണ് റിമൂവ്ഡ് ആയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 15 to 20 എക്സസൈസ് 5.3. അപ്പോൾ ബാക്കിയുള്ളത് സിലബസിലുണ്ടായിരിക്കും. എക്സസൈസ് 5.1 കംപ്ലീറ്റ്, 5.2 കംപ്ലീറ്റ്, 5.3 ക്വസ്റ്റ്യൻ നമ്പർ 1 to 14 നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഇത്രയും ഭാഗങ്ങളാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ AP നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ചാപ്റ്റർ 6 ട്രയാങ്കിൾസിനെ ഡിസ്കസ് ചെയ്യുമ്പോൾ റിമൂവ്ഡ് ആയിട്ടുള്ള ടോപ്പിക് പ്രൂഫ് ഓഫ് ദ ഫോളോയിങ് തിയറംസ് ആർ ഡിലീറ്റഡ്. ഫസ്റ്റ് തിയറം, ദ റേഷ്യോ ഓഫ് ദ ഏരിയാസ് ഓഫ് ടു സിമിലർ ട്രയാങ്കിൾസ് ഈസ് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് ദ സ്ക്വയർ ഓഫ് ദെയർ കറസ്പോണ്ടിങ് സൈഡ്സ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള തിയറും അതിൻ്റെ പ്രൂഫും ഡിലീറ്റഡ് ആയിട്ടുണ്ട്. ഇൻ എ ട്രയാങ്കിൾ ഇഫ് ദ സ്ക്വയർ on one side is equal to the sum of the squares on the other two sides, the angle opposite to the first side is a right angle. ഇതാണ് നമ്മൾ കോൺവേഴ്സ് ഓഫ് പൈത്തഗോറസ് തിയറം എന്ന് പറയും അല്ലേ. രണ്ടാമത്തെ തിയറത്തിന് പറഞ്ഞ പേരാണ് കോൺവേഴ്സ് ഓഫ് പൈത്തഗോറസ് തിയറം. അതും അതിൻ്റെ പ്രൂഫും ഡിലീറ്റഡ് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് തിയറും ഡിലീറ്റഡ് ആയിട്ടുണ്ട്. എക്സസൈസിൽ ഏതൊക്കെ പോർഷൻസ് ആണ് ഡിലീറ്റഡ് ആയിട്ടുള്ളത് എന്ന് നോക്കാം. തിയറംസ് ആൻഡ് പ്രൂഫ് ഓഫ് 6.6 and 6.9 ഈസ് റിമൂവ്ഡ് ഓർ ഡിലീറ്റഡ്. എക്സസൈസ് 6.4 കംപ്ലീറ്റ് ഡിലീറ്റഡ് ആയി. ഈ തിയറത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ 6.4 എന്ന് പറയുന്ന തിയറം. അത് കംപ്ലീറ്റ് ഡിലീറ്റഡ് ആയിട്ടുണ്ട്. 6.5 എക്സസൈസിലെ പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ കോൺവേഴ്സ് ഓഫ് പൈത്തഗോറസ് തിയറം. ഈ തിയറത്തിനെ ബേസ് ചെയ്തിട്ട് അതിൽ കുറച്ച് പ്രോബ്ലംസ് വരുന്നുണ്ട്. ആ പ്രോബ്ലംസ് മാത്രമാണ് 6.5 ഡിലീറ്റഡ് ആയിട്ടുള്ളൂ. ഇനി ഏതൊക്കെയാണ് ബാക്കി സിലബസ് നോക്കാം. എക്സസൈസ് 6.1 കംപ്ലീറ്റ് ഉണ്ട്, 6.2 കംപ്ലീറ്റ് നമ്മൾ പഠിക്കണം, 6.3 കംപ്ലീറ്റ് നമ്മൾ പഠിക്കണം. പിന്നെ 6.5 പൈത്തഗോറസ് തിയറം, കോൺവേഴ്സ് ഓഫ് പൈത്തഗോറസ് തിയറത്തിനെ ബേസ് ചെയ്ത പ്രോബ്ലങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ പ്രോബ്ലംസും നമ്മൾ പഠിക്കണം. 6.5 റിമൈനിങ് ഓൾ പ്രോബ്ലംസ് വി ഹാവ് ടു ലേൺ ഇറ്റ്. ചാപ്റ്റർ 7 കോർഡിനേറ്റ് ജോമെട്രി. അതിൽ റിമൂവ്ഡ് ആയിട്ടുള്ള ടോപ്പിക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ് അതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുള്ളത്. ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുല ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് അതിൽ ഡിലീറ്റഡ് ആയി പോയിട്ടുള്ളത്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്. അപ്പോൾ എക്സസൈസ് 7.3 എല്ലാ പ്രോബ്ലംസും അതിന് ബേസ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് 7.3 കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റഡ് ആയി പോയിട്ടുണ്ട്. ഇനി സിലബസിൽ ബാക്കി റിമെയിൻ ചെയ്യുന്നത് 7.1 7.2 3 എക്സസൈസ് ആണ് ആ ചാപ്റ്ററിലുള്ളത്. അതിൽ ഒരു എക്സസൈസ് കംപ്ലീറ്റ് ഡിലീറ്റഡ് ആയി. ബാക്കി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 7.1 7.2 ആണ്. അപ്പോൾ ആ ചാപ്റ്റർ കുറച്ചും കൂടി ഈസി ആയിട്ട് മാറിയിട്ടുണ്ട്. ചാപ്റ്റർ 8 ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണത്. അതിൽ റിമൂവ്ഡ് ആയിട്ടുള്ള പോർഷൻസ് മോട്ടിവേറ്റ് ദ റേഷ്യോസ് വിച്ച് എവർ ആർ ഡിഫൈൻഡ് അറ്റ് 0 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി. 0നും 90 ഡിഗ്രിയുടെ ഇടയിൽ ആംഗിൾ വരുമ്പോൾ ചെയ്യേണ്ട പ്രോബ്ലംസ് ഉണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് കോംപ്ലിമെൻ്ററി ആംഗിൾസ് ഉപയോഗിച്ച് ചെയ്യാനായിട്ടുള്ള
പ്രോബ്ലംസ് ഉണ്ട്. അതായത് സൈൻ 90 മൈനസ് തീറ്റ, കോസ് 90 മൈനസ് തീറ്റ, അങ്ങനെ 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫോർമുലാസ് ഉണ്ട്. അതിന് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും ഡിലീറ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ 8.3 കംപ്ലീറ്റ് പ്രോബ്ലംസും എക്സസൈസ് 8.3 കംപ്ലീറ്റ് അത് 0 ഡിഗ്രിയിലും 90 ഡിഗ്രിയിലും ഇൻ ബിറ്റ്വീൻ ആണ് വരുന്നത്. അതിന് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അത് ടോട്ടലായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റഡ് ആയി പോയിട്ടുണ്ട്. 8.4 കോംപ്ലിമെൻ്ററി ആംഗിൾസിൻ്റെ ഫോർമുല ഉപയോഗിച്ച് ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 3യും ക്വസ്റ്റ്യൻ നമ്പർ 4ഉം. ഇത് രണ്ടും കോംപ്ലിമെൻ്ററി ആംഗിൾസിൻ്റെ ഫോർമുല ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ്. ആ രണ്ട് ക്വസ്റ്റ്യൻസും ഡിലീറ്റഡ് ആണെന്ന് നമുക്ക് പറയാം. പിന്നെ സിലബസിൽ റിമെയിൻ ചെയ്യുന്നത് 8.1 കംപ്ലീറ്റ് ഉണ്ടാവും, 8.2 കംപ്ലീറ്റ് ഉണ്ടാവും. 8.4 ഈ രണ്ട് പ്രോബ്ലം 3യും 4ഉം ഒഴിച്ച് ബാക്കിയുള്ള പ്രോബ്ലംസ് ഒക്കെ റിമെയിൻ ചെയ്യും. ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് റിമെയിൻ ചെയ്യും. 9 അപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്റേഴ്സ് കമ്പാരിറ്റീവ്ലി ഒരു ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ CBSE പോർഷൻസ് ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല. സോ ദർ ഈസ് നോ ഡിലീഷൻ ഇൻ ചാപ്റ്റർ 9. സിലബസ് മൊത്തം പഠിക്കണം. ദർ ഈസ് നോ ഡിലീഷൻ. ചാപ്റ്റർ 10 സർക്കിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചാപ്റ്ററാണ്. അതിലും CBSE ടോപ്പിക് ഒന്നും റിമൂവ് ചെയ്തിട്ടില്ല. സോ ദർ ഈസ് നോ ഡിലീഷൻ. ഈ രണ്ട് ചാപ്റ്ററും 9ഉം 10ഉം ഫുള്ളായിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കണം. ചാപ്റ്റർ 11 കൺസ്ട്രക്ഷൻസ് വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിൽ റിമൂവ്ഡ് ആയിട്ടുള്ള പോർഷൻ കൺസ്ട്രക്ഷൻ ഓഫ് എ ട്രയാങ്കിൾ സിമിലർ ടു എ ഗിവൺ ട്രയാങ്കിൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് റിമൂവ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സസൈസ് ആണ് എക്സസൈസ് 11.1. ഒരു ട്രയാങ്കിളിന് സിമിലർ ആയിട്ടുള്ള മറ്റൊരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ടുള്ള പ്രോബ്ലംസ് ആണ് 11.1 എന്നുള്ള എക്സസൈസിൽ വരുന്നത്. ആ എക്സസൈസ് കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ മൊത്തം 11.1 എന്നുള്ള എക്സസൈസ് കംപ്ലീറ്റ് ഡിലീറ്റഡ് ആയി പോയി. ഇനി അതിൽ റിമെയിൻ ചെയ്യുന്നത് ഒരേ ഒരു എക്സസൈസ് ഉള്ളൂ, എക്സസൈസ് 11.2. അത് മാത്രമാണ് സിലബസിൽ റിമെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആകെയുള്ള രണ്ട് എക്സസൈസിൽ ഒരെണ്ണം ഡിലീറ്റ് ആയി, ഇനി ഒരു എക്സസൈസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചാപ്റ്റർ വളരെ സിമ്പിളായിട്ട് മാറി. ചാപ്റ്റർ 12 ഏരിയാസ് റിലേറ്റഡ് ടു സർക്കിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ റിമൂവ്ഡ് ആയിട്ടുള്ള പോർഷൻ പ്രോബ്ലംസ് ഓൺ സെൻട്രൽ ആംഗിൾ ഓഫ് 120 ഡിഗ്രി. അത് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഈ ചാപ്റ്ററിലെ സെൻട്രൽ ആംഗിൾ 120 വരുന്ന പ്രോബ്ലംസ് മാത്രമാണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. അത് കാര്യമായിട്ടൊന്നും ആ ചാപ്റ്ററിൽ ഇല്ല. ആകെ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് സെൻട്രൽ ആംഗിൾ 120 വരുന്ന പ്രോബ്ലംസ് ആ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഒന്ന് 12.3 എക്സസൈസിലെ ക്വസ്റ്റ്യൻ നമ്പർ 6 നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. അത് സെൻട്രൽ ആംഗിൾ 120 ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ആ പ്രോബ്ലം നമുക്ക് ഡിലീറ്റഡ് ആണെന്ന് പറയാം. നെക്സ്റ്റ് പറയാൻ പറ്റുന്നത് എക്സാമ്പിൾ 3 പേജ് നമ്പർ 228 എക്സാമ്പിൾ 3 നോക്കിയാൽ അറിയാം. അതും 120 സെൻട്രൽ ആംഗിൾ ആയിട്ട് വരുന്ന ഒരു പ്രോബ്ലം ആണ്. അതും നമുക്ക് ഡിലീറ്റഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആകെ രണ്ട് പ്രോബ്ലംസ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പറയാൻ പറ്റുക. ചാപ്റ്റർ 12 ഡിലീറ്റഡ് ആണെന്ന് പറയാം. കാര്യമായിട്ടുള്ള ഡിലീഷൻ വന്നിട്ടില്ല ചാപ്റ്ററിൽ. സിലബസ് റിമെയിൻ ചെയ്യുന്നത് 12.1, 12.2, 12.3 എക്സെപ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. ഓൾ പ്രോബ്ലംസ് യു ഹാവ് ടു ലേൺ ഇറ്റ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ കാര്യമായിട്ടുള്ളൊരു ഡിലീഷൻ ചാപ്റ്റർ 12 ഇല്ല. 3 എക്സസൈസും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. ചാപ്റ്റർ 13 സർഫസ് ഏരിയാസ് ആൻഡ് വോളിയംസ് എന്നുള്ള ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് അത് അല്ലേ. അതിൽ റിമൂവ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്ക് ഫ്രസ്റ്റം ഓഫ് എ കോൺ എന്നുള്ളതാണ്. 10th സ്റ്റാൻഡേർഡിൽ നമ്മൾ പുതുതായിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഫ്രസ്റ്റം ഓഫ് എ കോൺ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം നമുക്ക് 9th ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പോൾ ഇതിൽ 10th വന്നിട്ടുള്ള പുതിയൊരു ടോപ്പിക്കായിട്ടുള്ള ഫ്രസ്റ്റം ഓഫ് എ കോൺ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിലീറ്റഡ് ആയിട്ടുള്ള പോർഷൻ ആ ഫ്രസ്റ്റം ഓഫ് എ കോണിനെ ബേസ് ചെയ്തിട്ടുള്ള 13.4 എന്നുള്ള കംപ്ലീറ്റ് എക്സസൈസും ഡിലീറ്റഡ് ആണ്. അല്ല എല്ലാ പ്രോബ്ലംസും ഡിലീറ്റഡ് ആയിപ്പോയി. സിലബസിൽ ബാക്കി ഉണ്ടാവുക 3 എക്സസൈസ് ആണ്. 13.1 വിൽ കംപ്ലീറ്റ്, 13.2 കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം, 13.3 കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. അപ്പോൾ ഈ 3 എക്സസൈസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കംപ്ലീറ്റ് നിങ്ങൾ എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ പഠിക്കണം. ചാപ്റ്റർ 14 സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ റിമൂവ്ഡ് ആയിട്ടുള്ള 2 ടോപ്പിക് ഉണ്ട്. ഒന്ന് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ഫോർ ഫൈൻഡിങ് ദ മീൻ. മീൻ കാണാനായിട്ട് 3 മെത്തേഡ് ഉണ്ട്. അതിലൊരു മെത്തേഡാണ് സ്റ്റെപ്പ് ഡീവിയേഷൻ അല്ലേ. ആ മെത്തേഡ് ഡിലീറ്റഡ് ആയി പോയിട്ടുണ്ട്. പിന്നെ കുമുലേറ്റീവ് ഫ്രീക്വൻസി ഗ്രാഫ് ലെസ് ദേനോ ജി മോർ ദേനോ ജി എന്ന് പറഞ്ഞിട്ട് ഗ്രാഫ് വരയ്ക്കാനായിട്ട് നമുക്കുണ്ട്. ആ ടോപ്പിക്കും അവിടെ ഡിലീറ്റഡ് ആയി പോയിട്ടുണ്ട്. അതാണ് 2 റിമൂവ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ്. അപ്പോൾ ഡിലീറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് ഏതാണെന്ന് നോക്കിയാൽ എക്സസൈസ് 14.4 അത് കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റഡ് ആയിട്ട് പോയിട്ടുണ്ട്. കാരണം അത് ഫുള്ളായിട്ട് നമ്മുടെ കുമുലേറ്റീവ് ഫ്രീക്വൻസി ഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ 14.4 കംപ്ലീറ്റ് ഡിലീറ്റഡ് ആണെന്ന് പറയാം. ഇനി പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്ന മീൻ കാണാനായിട്ട് 3 മെത്തേഡ് ഉണ്ട് നമുക്കറിയാം. അതിൽ ഡയറക്റ്റ് മെത്തേഡ്,
പിന്നെ ഷോർട്ട് കട്ട് മെത്തേഡ് അല്ലെങ്കിൽ അസ്യൂംഡ് മീൻ മെത്തേഡ് എന്ന് പറയും. മൂന്നാമത്തെ മെത്തേഡാണ് സ്റ്റെപ്പ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അതിൽ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡാണ് ഡിലീറ്റ് ആയി പോയിട്ടുള്ളത്. കമ്പാരിറ്റീവ്ലി ഒരു ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ആ മെത്തേഡ് ഡിലീറ്റഡ് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സിലബസിൽ റിമെയിൻ ചെയ്യണ പോർഷൻസ് ബാക്കി എക്സസൈസ് 14.1, 14.2, 14.3. ഇതിൽ മനസ്സിലാക്കേണ്ടത് സ്റ്റെപ്പ് ഡീവിയേഷൻ എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് പെർട്ടിക്കുലർ പ്രോബ്ലംസ് നമ്മൾ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും പ്രോബ്ലം ഡിലീറ്റഡ് ആണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് മറ്റു മെത്തേഡ് ഉപയോഗിച്ചും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ 3 എക്സസൈസ് കംപ്ലീറ്റ് നിങ്ങൾ പഠിക്കണം. 14.1, 14.2, 14.3 ഈ 3 എക്സസൈസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മസ്റ്റായിട്ട് പഠിക്കണം. ചാപ്റ്റർ 15 പ്രോബബിലിറ്റി വിച്ച് ഈസ് ദ ലാസ്റ്റ് ചാപ്റ്റർ. കമ്പാരിറ്റീവ്ലി വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ CBSE ആയിരുന്ന പോർഷൻസ് ഒന്നും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല. സോ ദർ ഈസ് നോ ഡിലീഷൻ ഇൻ ചാപ്റ്റർ 15. കംപ്ലീറ്റ് ചാപ്റ്റർ നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കണം. ഇപ്പോൾ ടോട്ടൽ 15 ചാപ്റ്റേഴ്സ് ഞാൻ ഡിസ്കസ് ചെയ്തു. അതിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഡിലീറ്റഡ് ആയിട്ടുള്ള, ഏതൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാൻ മറ്റുള്ളവരായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് പങ്കുവെച്ചത്. ഇതിന് കൂടുതൽ ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് CBSE വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ് മീ. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.